ഹലോ, ഈ ഒരു 3D സ്റ്റാർ നല്ല ക്യൂട്ടായിട്ടല്ലേ? അപ്പോൾ പേപ്പർ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കുടിക്കോ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ സ്ക്രാപ്പ് ബുക്കിൽ നിന്നും ഈ ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ലെങ്ത്തിൽ ആ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററും നീളം എന്ന് പറയുന്നത് കറക്റ്റ് ഒരു 28.25 സെൻറ്റിമീറ്ററാണ് കേട്ടോ. അപ്പോൾ 30 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ 30 സെൻറ്റിമീറ്ററും ഇതിൻ്റെ ഫോൾഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. റൈറ്റ് സൈഡിലെ പേപ്പറിൻ്റെ അറ്റത്ത് കൈവച്ചിട്ട് മുകളിലേക്കൊരു ലൂപ്പ് ഉണ്ടാക്കി കൊടുക്കാം. ചെറിയൊരു ലൂപ്പ് മതി. എന്നിട്ട് ഈ ഒരു റൈറ്റ് സൈഡിലിരിക്കുന്ന പേപ്പർ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് വലിച്ചെടുക്കാം. അപ്പോൾ ഈ വലിക്കുന്ന ആ ഒരു മെത്തേഡാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് നമ്മുടെ സ്റ്റാറിൻ്റെ ആ ഒരു ഷേപ്പ് ഫോർമാറ്റ് ചെയ്യുന്നത്. ഓക്കെ, 5 വശങ്ങളുള്ള ഒരു സ്റ്റാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ വളരെ സാവധാനം ഇതൊന്ന് വലിച്ചെടുക്കാം കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ റൈറ്റ് സൈഡിൽ ചെറിയൊരു ഭാഗം നമുക്ക് പുറത്തേക്ക് കിട്ടും, ലെഫ്റ്റ് സൈഡിൽ വലിയൊരു ഭാഗം അവിടെ ഉണ്ട്. ഇനി റൈറ്റ് സൈഡിൽ വരുന്ന ഭാഗം ബാക്കിലോട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു പോക്കറ്റ് കണ്ടോ, ആ ഒരു വലിയ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഇതൊന്ന് ഇൻസേർട്ട് ചെയ്ത് വയ്ക്കാം. കണ്ടില്ലേ? ഇതിൻ്റെ ഓരോ ഫോൾഡിങ് ചെയ്യുന്ന ടൈമിലും ഈ ഒരു ഷേപ്പ് കീപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ നീണ്ടു നിൽക്കുന്ന ലെഫ്റ്റ് സൈഡിലെ പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പേപ്പർ ഇതുപോലെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ പോക്കറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വലിച്ചെടുക്കാം. ഒരുപാട് സ്പീഡിലൊന്നും വലിച്ചെടുക്കരുത്, നമ്മുടെ ആ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ് പോവും. ഓക്കെ, ഇനി നമുക്കിത് വീണ്ടും മുകളിലേക്കായിട്ടൊന്ന് ആ ഒരു പേപ്പർ ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്യുന്ന ടൈമിൽ ഇത് റോള് ചെയ്താൽ മതി, ഇൻസേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് റോൾ ചെയ്യുക, എന്നിട്ട് ലെഫ്റ്റ് സൈഡിലെ ആ ഒരു പോക്കറ്റിലേക്ക് വീണ്ടും ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ഈ ഒരു പേപ്പർ തീരുന്നത് വരെയും ചെയ്യാനുണ്ട്. എത്രത്തോളം ലെങ്തി ആയിട്ടുള്ള പേപ്പറാണ് അതിനനുസരിച്ച് ഈ ഒരു സ്റ്റെപ്പ് കൂടുതലായിട്ട് വരും. ഓക്കെ, കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് കീപ്പ് ചെയ്യാം, അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി വീണ്ടും ഈ ബാലൻസ് കിട്ടിയേക്കുന്ന ഈ ഒരു പേപ്പർ റൈറ്റ് സൈഡിലേക്ക് വീണ്ടും ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആ ഒരു വലിയ പോക്കറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വലിച്ചു കൊടുക്കാം. കേട്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കിട്ടിയിട്ടുള്ളത് ഇത്രയും പേപ്പറുള്ളൂ. ഇത് ദേ റൈറ്റ് സൈഡിലേക്ക് ഇതുപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാനുള്ളത് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് റോൾ ചെയ്തിട്ട് ഇവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ 2 സൈഡിൽ നിന്നുമുള്ളൊരു ട്രയാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ? സാധാരണ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് റോൾ ചെയ്തെടുത്തിട്ട് ലെഫ്റ്റ് സൈഡിൻ്റെ പോക്കറ്റിലേക്കാണ്, വലിയ പോക്കറ്റിലേക്കാണ് ഇൻസേർട്ട് ചെയ്യാറ്. പക്ഷേ ഇത്തവണ ഈ ഒരു കുഞ്ഞു പോക്കറ്റിലേക്കാണ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ? നമ്മുടെ സ്റ്റാറിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്ത് ഈ ഒരു ഷേപ്പിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് 3D ലുക്കിലേക്ക് മാറ്റാം. അപ്പോഴാണ് കറക്റ്റ് സ്റ്റാറായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അതിനായിട്ട് ചെയ്യേണ്ടത്, ഈ ഒരു 5 വശങ്ങൾ കണ്ടില്ലേ ഈ ഒരു സ്റ്റാറിൻ്റെ, ഈ 5 വശങ്ങളുടെയും സെൻറ്റർ പോയിന്റിൽ നമ്മുടെ 2 ഫിംഗർ ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് നെയിൽ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഫോഴ്സ് ചെയ്തിട്ട് പ്രസ് ചെയ്യരുത്, അപ്പം നമ്മുടെ സ്റ്റാർ ചീത്തയായി പോവും. സാവധാനം ചെയ്യുക. ഇനി 2 നെയിൽസ് ഒപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ ഓരോ നെയിൽ വെച്ചിട്ട് ഓരോ സൈഡ്സ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ടേബിളിൽ വെച്ചിട്ടും സിമ്പിളായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഷേപ്പിങ്ങിലാണ് നമ്മുടെ സ്റ്റാറിൻ്റെ
പെർഫെക്ഷൻ വരുന്നത്. അപ്പോൾ വളരെ സാവധാനത്തിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ സ്റ്റാറിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം ഷേപ്പ് ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് ഗോൾഡൻ കളർ യൂസ് ചെയ്തിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു 5 ടെയിൽ ഉണ്ടല്ലോ, ആ ഒരു ഭാഗം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് ഷാർപ്പ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റാറിൻ്റെ ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു പെയിൻറ്റിങ് ചെയ്യുന്നത് ഓപ്ഷനിലാണ്, പക്ഷെ ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ നല്ല അടിപൊളി ലുക്കാണ്. ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കുന്നത് നമ്മുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. ഈ ഒരു സ്റ്റാറിന് പെയിൻറ്റ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, പക്ഷെ പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും. ഞാൻ ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കിയത് ഒരു ക്രിസ്മസ് ട്രീ ടേബിൾ ഡെക്കറിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മാച്ചാവുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ഗോൾഡൻ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു ട്രീയിലേക്ക് വെച്ചിട്ടുള്ള പിക്ചറും കൂടി ഞാൻ ഫൈനലി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം, ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് ചെയ്യാനും, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ക്രിസ്മസ് ട്രീ ടേബിൾ ഡെക്കോർ. ഇത് നമ്മുടെ ഓണത്തപ്പനെ ഒന്ന് റീമേക്ക് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ വീഡിയോയും ഒന്ന് കണ്ടു നോക്കണേ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.